ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 2:21 വാക്യം, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. വളരെ മനോഹരമായ ഒരു വചനമാണ്. ഇന്ന് ഈ ലോകത്തുള്ള ഏത് പ്രസ്ഥാനവും ഏറ്റവും അധികം വളരുന്നത് യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. രാഷ്ട്രീയ പാർട്ടി ആയാലും മതം ആയാലും യുവജനങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, CA ക്രൈസ്റ്റ് അംബാസിഡേഴ്സ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അംബാസിഡർമാരെ ഓരോ രാജ്യവും മറ്റ് രാജ്യങ്ങളിൽ നിയമിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുഴുവൻ ഉത്തരവാദിത്വം ആ അംബാസിഡർക്കാണ്. ഇതേപോലെ കർത്താവ് നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, നമ്മളെ കർത്താവിൻ്റെ സഭയുടെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ ക്രിസ്തുവിൽ സ്ഥാനാപതികളാണ് എന്നുള്ള ചിന്തയോടുകൂടെ ഓരോ യുവ പ്രവർത്തകനും യേശുവിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കണം. ജയിലിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. നാം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കാര്യം ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ കുറച്ച് നേരം മാത്രം. പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും എനിക്ക് യേശുവിനെ ഉയർത്തണം, എനിക്ക് യേശുവിൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കണം, എനിക്ക് യേശു ക്രിസ്തുവിനെ 10 പേരോട് പറയണം, യേശു ക്രിസ്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് വേറൊരു കാര്യമുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടെ യുവജനങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ യുവജനങ്ങൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരെല്ലാം ഞങ്ങളുടെ ആ കൊച്ചു പ്രായത്തിൽ ശക്തമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വീടുകൾ, ഓരോ വീടുകൾ കയറി, എവിടെയെല്ലാം പ്രവർത്തിക്കാൻ പോയിട്ടുണ്ടോ ദൈവദാസന്മാരോട് ചോദിച്ചാൽ പറയും, ഓരോ വീടുകളും കയറി യേശു ക്രിസ്തു മാത്രം രക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഫ്ലാഷ് ബാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറകിലേക്ക് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ നയിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ ശക്തമായി യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ കാര്യം നോക്കും. അതാണ് എൻ്റെ മർമ്മം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. അപ്പോൾ നിത്യമായ ആ പ്രതിഫലം കിട്ടണമെങ്കിൽ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. എന്നാൽ നാം നമ്മുടെ കാര്യത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന് നമ്മുടെ കാര്യം നോക്കാനുള്ള ബാധ്യത ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പതിയട്ടെ, ഒന്നാം സ്ഥാനം ക്രിസ്തുവിന്, ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾക്ക്. അത് ഞാൻ നോക്കിയ ശേഷം എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും. യുവജനങ്ങളെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഈ ചിന്ത അർത്ഥവത്തായി തീരുവാൻ ഇവിടെയുള്ള പഠനങ്ങളും പ്രസംഗങ്ങളും നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.